ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീറ്റ് അഥവാ ഗോതമ്പിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ലോക ജനസംഖ്യയിൽ തന്നെ വലിയൊരു വിഭാഗം ഭക്ഷണമായി കാലാകാലങ്ങളായി ഉപയോഗിക്കുന്ന ധാന്യമാണ് ഗോതമ്പ്. വിവിധ ആരോഗ്യ ഗുണങ്ങൾ ഇതിനുണ്ട്. ഷുഗർ ഉള്ളവരും മെലിയാൻ ആഗ്രഹിച്ച് ഡയറ്റ് എടുക്കുന്നവരുമൊക്കെ ചോറ് കഴിപ്പ് നിർത്തി പകരം ചപ്പാത്തി കഴിക്കൽ ഒരു ശീലമാക്കി മാറ്റിയിട്ടുണ്ട്. അതിനുമാത്രം എന്താണ് ഒരു നോർത്ത് ഇന്ത്യൻ ഭക്ഷണമായ ഗോതമ്പിലുള്ളത് എന്ന അന്വേഷണത്തിൽ നിന്നാണ് ഈ വീഡിയോ. പോഷകങ്ങൾ വളരെ കൂടിയ അളവിൽ തന്നെ ഇതിലുണ്ട് എന്ന് കണ്ടെത്തി. 100 ഗ്രാം ഗോതമ്പിലുള്ള പോഷകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. കലോറി 339 മുതൽ 340 വരെ, കാർബോഹൈഡ്രേറ്റ് 72.6 ഗ്രാം, ഡയറ്ററി ഫൈബർ 12.2 ഗ്രാം, പഞ്ചസാര 0.41 ഗ്രാം, പ്രോട്ടീൻ 11.3 ഗ്രാം, കൊഴുപ്പ് 1.9 ഗ്രാം. ഇനി ഗോതമ്പിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് പറയാം. ഹൃദയാരോഗ്യത്തിന് ഗോതമ്പ് നാരുകളാൽ സമ്പുഷ്ടമാണ്. ഇത് കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും ഹൃദ്രോഗ സാധ്യത നിയന്ത്രിക്കാനും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. ഇനി ദഹനത്തിന് ഗോതമ്പിൽ അടങ്ങിയിരിക്കുന്ന ഉയർന്ന അളവിലുള്ള ഫൈബർ ആരോഗ്യകരമായ ദഹനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഭാരനിയന്ത്രണത്തിന് ഗോതമ്പിലെ നാരുകൾ പൂർണ്ണത പ്രദാനം ചെയ്യുന്നു. ഇത് അമിത ഭക്ഷണം കുറയ്ക്കുന്നതിലൂടെ ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. രക്തത്തിലെ പഞ്ചസാരയുടെ നിയന്ത്രണത്തിന് ഗോതമ്പിൽ കുറഞ്ഞ അളവിൽ അടങ്ങിയിട്ടുള്ള ഗ്ലൈസമിക് സൂചിക രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ആൻറ്റി ഓക്സിഡൻറ്റ് ഗോതമ്പിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് മൊത്തത്തിലുള്ള ആരോഗ്യത്തെ സഹായിക്കുകയും വിട്ടുമാറാത്ത രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. ഇത്രയൊക്കെ ഗുണങ്ങൾ ഗോതമ്പിനുണ്ടെങ്കിലും ശ്രദ്ധിച്ചില്ലെങ്കിൽ ചില തരത്തിലുള്ള ദൂഷ്യങ്ങളും ഗോതമ്പ് കഴിക്കുന്നത് കൊണ്ടുണ്ട്. പ്രത്യേകിച്ച് തടി കുറയ്ക്കാനായി ചോറ് ഒഴിവാക്കി പകരം ഗോതമ്പ് കഴിക്കുന്നവർ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ചോറിൽ ഉള്ളതിന് സമാനമായ കാർബോഹൈഡ്രേറ്റ് ഗോതമ്പിലും ഉണ്ട്. അതുകൊണ്ട് ചപ്പാത്തി ആണല്ലോ, എത്ര എണ്ണം വേണമെങ്കിലും കഴിക്കാം എന്ന് വിചാരിച്ച് സമാധാനത്തോടെ ഇരുന്ന് കഴിച്ചാൽ തടി കുറയുന്നതിന് പകരം കൂടാനാണ് സാധ്യത. കഴിക്കുന്ന ഗോതമ്പിൻ്റെ അളവ് കുറയ്ക്കുക. അതുപോലെ 2-3 നേരമൊന്നും ഗോതമ്പ് ഭക്ഷണം തന്നെ കഴിക്കാതെ ഒരു നേരമാക്കി ചുരുക്കുക. കൂടാതെ അതോടൊപ്പം പച്ചക്കറികൾ ചേർത്ത് വേണം കഴിക്കാൻ. കറികളായോ തോരനായോ ഒക്കെ പച്ചക്കറികളും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വയറ് നിറയുകയും ചെയ്യും. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഗോതമ്പിൽ വളരെ ഉയർന്ന അളവിൽ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുണ്ട്. തൈറോയിഡ്, വയറ് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കും ഗ്ലൂട്ടൻ ഒഴിവാക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഗോതമ്പിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതായിരിക്കും വളരെ നല്ലത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നാളെ തന്നെ നമുക്ക് കാണാം. അതുവരെ ബായ്.